നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ എല്ലാവരുടെയും വീടുകളിൽ കിച്ചൺ സിങ്ക് ഉണ്ട്. കിച്ചൺ സിങ്ക് നമ്മൾ അടിക്കടി ഉപയോഗിക്കുന്നതിനോടൊപ്പം ഇത് ബ്ലോക്കായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ബ്ലോക്കായി പോകുന്നുമുണ്ട്. അപ്പോൾ നമ്മളൊരു പ്ലംബറെ വിളിച്ച് ഇത് ക്ലിയർ ആക്കുക എന്നുള്ളെങ്കിൽ ഒരുപാട് പൈസ ചിലവാകും. ഇനി അത് വേണ്ട. ഇനി വീട്ടിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇത് ബ്ലോക്ക് മാറ്റിയെടുക്കാം. അതിനുള്ള കുറുക്ക് വഴികളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അടുക്കള സിങ്ക് ബ്ലോക്കായോ? ഈ കുറുക്ക് വഴികൾ പരീക്ഷിക്കൂ. വീടിൻ്റെ ഹൃദയമാണ് അടുക്കള എന്ന് പറയാറുണ്ട്. അടുക്കളയിലെ പ്രധാനപ്പെട്ട ഏരിയകളിൽ ഒന്നാണ് കിച്ചൺ സിങ്ക്. പാത്രങ്ങൾ വൃത്തിയാക്കാനും ഭക്ഷണ സാധനങ്ങൾ കഴുകാനുമെല്ലാം ഉപയോഗിക്കുന്ന ഇടം. വീട്ടിലെ അംഗങ്ങൾക്ക് രോഗങ്ങൾ വരാതെ കാക്കാൻ ഈ ഭാഗം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സിങ്ക് ബ്ലോക്കാവുന്നത് ഒരു സ്ഥിരം സംഭവമാണെങ്കിൽ എല്ലായ്പ്പോഴും പ്ലംബറെ വിളിക്കേണ്ടതില്ല. ഈ ട്രിക്കുകൾ പരീക്ഷിച്ച് നോക്കൂ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ബ്ലോക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ തിളച്ച വെള്ളം ഉപയോഗിച്ച് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക. ഇത് ശ്രദ്ധാപൂർവം അല്പാൽപമായി സിങ്കിലേക്ക് ഒഴിക്കണം. സിങ്കിലെ തടസ്സത്തിന് കാരണമായേക്കാവുന്ന എണ്ണ, സോപ്പ് കഷണങ്ങൾ എന്നിവ അലിയിക്കാൻ, എല്ലാവിധ തടസ്സങ്ങൾ നീക്കാനും ഈ ചൂടുവെള്ളം ഒഴിക്കുന്നതിലൂടെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അടുത്ത മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കിംഗ് സോഡ, വിനാഗിരി. അതായത് ബേക്കിംഗ് സോഡയുടെയും വിനാഗിരിയുടെയും കോമ്പിനേഷൻ കിച്ചൺ സിങ്കിൽ വൃത്തിയാക്കുന്ന പ്രക്രിയ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. നമ്മൾ ആദ്യം ഒരു പാത്രത്തിൽ ബേക്കിംഗ് സോഡയും വിനാഗിരിയും തുല്യ അളവിലെടുത്ത് ഒരുമിച്ച് കലർത്തുക. ഇത് പൈപ്പിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കുകളെയും പാഴ്വസ്തുക്കളെയും നീക്കം ചെയ്യാൻ സഹായിക്കും. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ കിച്ചൺ സിങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ബ്ലോക്ക് പൂർണ്ണമായി മാറിക്കിട്ടും. അതല്ലെങ്കിൽ അടുത്ത മാർഗം എന്ന് പറയുന്നത് വൈറ്റ് ആൻഡ് ഡ്രൈ വാക്വം. അതായത് വൈറ്റ് ആൻഡ് ഡ്രൈ വാക്വം ഉപയോഗിച്ച് ഓവിലെ ബ്ലോക്ക് നീക്കം ചെയ്യാം. വാക്വം കുഴലിൽ ഒരു പ്ലാഞ്ചർ ഹെഡ് ഘടിപ്പിച്ച ശേഷം സിങ്കിലെ വായ്ഭാഗത്ത് ചേർന്ന് നന്നായി അടച്ചു പിടിക്കുക. അടഞ്ഞിരിക്കുന്ന പാഴ്വസ്തുക്കൾ ഇളകി വാക്വത്തിൻ്റെ സഞ്ചിയിലേക്ക് പോകുന്നതിന് വേണ്ടി പവർ പരമാവധി ക്രമീകരിക്കുക. അടുത്ത മാർഗം എന്ന് പറയുന്നത് കാസ്റ്റിക് സോഡ. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നറിയപ്പെടുന്ന കാസ്റ്റിക് സോഡ ഉപയോഗിച്ചും സിങ്കിലെ മാലിന്യം നീക്കാം. ഒരു ബക്കറ്റിൽ 3 ലിറ്ററോളം തണുത്ത വെള്ളം എടുക്കുക. അതിൽ 3 കപ്പ് കാസ്റ്റിക് സോഡ ചേർക്കുക. ഒരു തടിക്കരണ്ടിയോ മറ്റോ ഉപയോഗിച്ച് നന്നായി ഇളക്കുക. ഉടനെ ഇത് നുരയുവാൻ തുടങ്ങും. ഇത് ഓവിലേക്ക് ഒഴിക്കുക. അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തിളച്ച വെള്ളം അതിലൂടെ ഒഴിക്കുക. ഇങ്ങനെ നമുക്ക് ബ്ലോക്ക് മാറ്റാവുന്നതാണ്. ഇനി അടുത്ത മാർഗം എന്ന് പറയുന്നത് വയർ ഹാങ്ങർ. വയർ ഹാങ്ങർ സിങ്കിലെ ബ്ലോക്ക് നീക്കാൻ ഉപയോഗിക്കാം. ഹാങ്ങർ നേരെയാക്കുക. ഒരറ്റത്ത് ഒരു ചെറിയ ഹൂക്ക് കൊടുക്കുക. ഓവിനുള്ളിലേക്ക് ആ അറ്റം ശ്രദ്ധാപൂർവം തിരുകുക. ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഭക്ഷണ അവശിഷ്ടമോ മറ്റോ കണ്ടെത്തിയാൽ ഈ ഹൂക്ക് ഉപയോഗിച്ച് നീക്കം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ മാർഗങ്ങളിലൂടെ എല്ലാം നമുക്ക് ഈ സിങ്കിലെ ബ്ലോക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3-4 മാർഗ്ഗങ്ങൾ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് നല്ല വിജയം കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്തും. എല്ലാവർക്കും എൻ്റെ നന്ദി.